കുഴിമന്തിക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഉണ്ടാ ഞാൻ ആദ്യം ഇട്ടിപ്പോൾ എടുക്കാനായിട്ടേ വിട്ടുപോയി. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇതേ വറ്റൽമുളക്, പിന്നെ സവോള ഇത്ര എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചിട്ട്, ഇത് എണ്ണയിട്ട് മൂപ്പിക്കാണ്ട് പച്ചനെ അരയ്ക്കും. കടകളിലൊക്കെ നമുക്ക് ഇടുന്നത് പച്ചനെ അരച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തക്കാളി കൂടി ചേർക്കും. പുളി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് വിനാഗിരി ചേർക്കാൻ മതി. അപ്പോൾ ഇതാ വഴന്നു വന്ന ഇതെല്ലാം കൂടി ഞാൻ ഒരു ചാളോട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചൂടൊക്കെ ആറിയിട്ട് വേണം അരയ്ക്കാൻ കേട്ടോ. ഞാനത് തിരക്ക് പിടിച്ചിട്ടായതുകൊണ്ട് പെട്ടെന്ന് ഇട്ടേക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ട സാധനമാണ് ഇതാ മല്ലിയിലയും പുതിനയിലയും. അത് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉള്ളൊരു 2 കറിവേപ്പില ഇട്ടാലും നല്ലതാണ്. എന്താ ഇത് ഹെൽത്തി ആണല്ലോ. അപ്പോൾ പിന്നെ ചിലവർ പുളിക്ക് വേണ്ടി ചെറുനാരങ്ങ ചേർക്കും, അതല്ലെങ്കിൽ വിനാഗിരി, ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്താൽ മതി. പുളി വേണമെങ്കിൽ തക്കാളിയുടെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം അതൊക്കെ ചേർക്കാൻ. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിതാ അരച്ചെടുത്തിട്ട് അരച്ചപ്പോൾ നല്ല കുഴമ്പ് പോലെ ഇരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുളിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് വിനാഗിരി, ഒരു 1.25 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്താൽ നമ്മുടെ കുഴിമന്തിയുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ.